സ്നേഹിതരെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തകർച്ചയ്ക്കും അതിൻ്റെ ടാക്സ് എക്സംഷൻ സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നതിനും ഇടയാക്കിയ കർദിനാൾ ആലഞ്ചേരിയുടെ കള്ളക്കച്ചവടം, അതിനെ തുടർന്നുണ്ടായ കേസുകൾ, അതിൽ അവശേഷിക്കുന്ന ആലഞ്ചേരി പുറത്താക്കപ്പെടുന്നതിനും കുറ്റവാളിയായി ജാമ്യമെടുക്കുന്നതിനും കാരണമായ ജോഷി വർഗീസ് വേഴ്സസ് കാർഡിനൽ ആലഞ്ചേരി എന്ന കേസ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ജോഷി വർഗീസിൻ്റെ പരാതിയിന്മേൽ കാക്കനാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നുവരുന്ന വിചാരണയിൽ ഇപ്പോൾ അതിൻ്റെ അന്തിമഘട്ടമായ തെളിവെടുപ്പാണ് നടന്നു വരുന്നത്. 5 പ്ലോട്ടുകൾ അടങ്ങുന്ന 3.5 ഏക്കർ അതിരൂപത ഭൂമി വിറ്റതിൽ 7 ക്രിമിനൽ കേസുകളാണ് കാക്കനാട് കോടതിയിൽ നിലവിലുള്ളത്. അതിൽപ്പെട്ട ഭാരതമാതാ കോളേജിന് എതിർവശം ഇപ്പോൾ മസ്ജിദിൻ്റെ പണി നടന്നു വരുന്ന 69 സെൻറ്റ് സ്ഥലത്തെക്കുറിച്ചുള്ള കേസിലാണ് തെളിവെടുപ്പ് നടന്നു വരുന്നത്. മുഖ്യമായും ആധാരം നടന്ന കാലയളവിലെയും അത് മറിച്ച് വിറ്റ സമയത്തും അതിരൂപതയിലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഹാജരാക്കുക എന്നതാണ് മുഖ്യമായ തെളിവ്. കൂടാതെ അതിന് മുന്നോടിയായിട്ടുള്ള വിവിധ കമ്മിറ്റി തീരുമാനങ്ങളുടെ മിനിറ്റ്സുകളും പിന്നെ കളവ് കണ്ടെത്താൻ അതിരൂപത പണം മുടക്കി നടത്തിയ ബെന്നി മാരാമ്പറമ്പിൽ, ഇഞ്ചോടി, KPMG തുടങ്ങിയ അന്വേഷണ കമ്മീഷനുകളുടെ ഒറിജിനൽ റിപ്പോർട്ടുകളും ഹാജരാക്കണം. നാളിതുവരെ യാതൊരു രേഖകളും അതിരൂപതയിൽ നിന്നും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. കാക്കനാട് രജിസ്ട്രി ഓഫീസിൽ നിന്നും അതിരൂപതയുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ നിന്നും അവരുടെ രേഖകളും സാക്ഷികളും കോടതിയിൽ ഇതിനകം ഹാജരായി സാക്ഷ്യം പറഞ്ഞു. എന്നാൽ നമുക്കറിയാം, ദൈവവിളി കിട്ടിയെന്ന് അവകാശപ്പെടുന്നവരുടെ ഉന്നതസ്ഥാനീയരായ എറണാകുളം അതിരൂപത ക്യൂരിയയോ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായി എറണാകുളത്തെ ഭരിക്കുന്ന ആർച്ച് ബിഷപ്പ് പാംബ്ലാനിയോ ഇതുവരെ കേസിൽ സഹകരിക്കാതെ ഒളിച്ചു കളിക്കുകയാണ്. 10 വർഷം മുമ്പ് നടന്ന കള്ളക്കച്ചവടത്തിൻ്റെ രേഖകൾ കണ്ടെത്താൻ കഴിയുന്നില്ലത്രേ. കാരണം കള്ളനെ കാവലേൽപ്പിച്ച പോലെ 2ാം പ്രതി ജോഷി പുതുവ കുറച്ചു കാലം അതിരൂപതയുടെ ചാൻസലറായി നിയമിക്കപ്പെട്ടിരുന്നുവല്ലോ, എല്ലാ രേഖകളും നശിപ്പിക്കുവാൻ വേണ്ടി. അതെപ്പോഴും അങ്ങനെയാണല്ലോ. സത്യത്തിനും നീതിക്കും വേണ്ടി നിങ്ങൾ വിശ്വാസികൾ മരിക്കണം എന്ന് പ്രസംഗിക്കുന്നവർ തന്നെയാണ് ലോഹയിട്ട കുറ്റവാളികളെ സംരക്ഷിക്കുവാൻ കോടതികളിൽ കള്ളം പറയുന്നത്, അല്ലെങ്കിൽ രേഖകൾ നശിപ്പിക്കുന്നത്. പ്രമാദമായ സിസ്റ്റർ അഭയ വധക്കേസിൽ സാക്ഷികളായിരുന്ന അഭിഷിക്തന്മാരും കൂട്ടുകന്യാസ്ത്രീകളും കൊലയാളികൾക്ക് വേണ്ടി കൂറുമാറിയപ്പോൾ വെറും അൽമേനികളാണ് സാക്ഷ്യം പറഞ്ഞത് കോടതിയിൽ. അതിൽ അടയ്ക്ക രാജു എന്ന മോഷ്ടാവിൻ്റെ സാക്ഷ്യം വരെ കോടതി മുഖവിലക്കെടുത്തു. എന്നാൽ അഭിഷിക്തന്മാരുടെ കള്ളസാക്ഷ്യം തള്ളിക്കളഞ്ഞ് പ്രതികളെ ശിക്ഷിച്ചത് നാം ഇവിടെ ഓർക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കള്ളക്കച്ചവടത്തിലെ രേഖകൾ ഒറിജിനൽ നഷ്ടപ്പെട്ടെങ്കിൽ അവ നഷ്ടപ്പെട്ടുവെന്നും പകരം അവയുടെ കോപ്പികൾ കോടതിയിൽ സാക്ഷ്യപ്പെടുത്തണം എന്നും ജോഷി വർഗീസിൻ്റെ വക്കീൽ ജിമ്മി P. ആൻ്റണി വാദിച്ചതനുസരിച്ച് ഒറിജിനലോ കോപ്പികളോ കോടതിയിൽ ഹാജരാക്കുവാൻ ബിഷപ്പ് പാംബ്ലാനി ബാധ്യസ്ഥനാണ്. ഈ വരുന്ന 17/3/2026, അതായത് ചൊവ്വാഴ്ച, കാക്കനാട് കോടതിയിൽ കാലങ്ങളായി അവധി വാങ്ങി കോടതിയിൽ വരാതിരിക്കുന്ന പാംബ്ലാനിക്ക് 17-ാം തീയതി ചൊവ്വാഴ്ച അവസാന അവധിയാണ്. അതും മുടക്കിയാൽ പിന്നെ വാറണ്ട് പുറപ്പെടുവിക്കേണ്ടി വരും കോടതിക്ക്. ഈ സാഹചര്യത്തിൽ എല്ലാ കണ്ണുകളും ചൊവ്വാഴ്ചയിൽ കാക്കനാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പാംബ്ലാനിയുടെ വരവും കാത്തിരിക്കുകയാണ്. എന്താണ്? കർദിനാളിൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള കള്ളക്കച്ചവടത്തിൻ്റെ രേഖകൾ അതിരൂപതയുടെ ആർക്കൈവ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇന്നത്തെ നടത്തിപ്പുകാരനും അധികാരികവുമായ വികാരി പാംബ്ലാനി അത് കോടതിയിൽ ഹാജരാക്കണം. അതിനെത്രയോ കാലങ്ങളായി കേസ് നീട്ടിക്കൊണ്ടു പോകുന്നു. ഈ കേസ് നീട്ടി ഇതിനെ തണുപ്പിക്കുക, അവസാനം സാക്ഷികളെ കാലുമാറ്റിച്ച് രക്ഷപ്പെടുക എന്ന ഒരു തന്ത്രമാണ് ഇവിടെ നടന്നു വരുന്നത്. എന്നാൽ കാക്കനാട് രജിസ്ട്രാർ ഓഫീസിലെ രജിസ്ട്രാറും 2 രജിസ്ട്രാർമാർ, ആധാരം നടന്ന കാലത്തെ രജിസ്ട്രാറും അതിനുശേഷം ഇന്നത്തെ രജിസ്ട്രാറും ഒക്കെ ഈ ആധാരത്തിൻ്റെ വിവിധ ആധാരങ്ങളുടെ ഈ പറയുന്ന
ഭാരതമാതാ കോളേജിൻ്റെ എതിർവശത്തുള്ള സ്ഥലം ആദ്യം ബ്രോക്കർ സാജു വർഗീസിന് 10 പൈസ വാങ്ങാതെ വെറുതെ എഴുതി കൊടുക്കുകയായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് മറിച്ചു വിറ്റു അനേക ലക്ഷം കോടി രൂപ ലാഭത്തിന്. അപ്പോൾ ഈ ഇത്തരം കള്ളക്കച്ചവടത്തിൻ്റെ രേഖകൾ വളരെ സുതാര്യമായിരിക്കെ അവ കോടതിയിൽ സാക്ഷ്യപ്പെടുത്താതിരിക്കുക എന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ അതിരൂപത നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനം വരികയാണ്. ഒന്നുകിൽ ഇല്ല എന്ന് പറയണം, നഷ്ടപ്പെട്ടു എന്ന് പറയണം, അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തണം. ഇങ്ങനൊരു സന്നിഗ്ധാവസ്ഥയിലാണ് ബിഷപ്പ് പാംബ്ലാനി. ഇവിടെ നമുക്ക് വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം, കാലങ്ങളായ അതിരൂപതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടുന്ന അൽമായ മുന്നേറ്റം. ഇതിൻ്റെ പേര് നേരത്തെ ആർക്ക് ഡയോഷ്യൻ മൂവ്മെൻറ്റ് ഫോർ ട്രാൻസ്പെറൻസി എന്നായിരുന്നു, AMT. അത് മാറിയാണ് അൽമായ മുന്നേറ്റമായത്. എനിക്ക് തോന്നുന്നത് 2023 മറ്റേയാണെന്നൊരു സമവായ നടപടി ചർച്ചയുണ്ടായല്ലോ, കുർബാന വിഷയം. ഈ ഭൂമി കച്ചവടമൊക്കെ മറന്നുപോയി അവസാനം എറണാകുളം അതിരൂപതയിൽ ആകെ കൂടി ഈ കുർബാന തർക്കം മാത്രമേ ഉള്ളൂ എന്നതാണ് അൽമായ മുന്നേറ്റത്തിൻ്റെ നിലപാട് വർഷങ്ങളായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമവായമുണ്ടായത്. എങ്ങനെയാ ഈ അതിരൂപതയെ നശിപ്പിക്കുവാൻ ഭൂമി വിറ്റും ഇനി ഇതുപോലെ ബൈബിളിന് വിരുദ്ധമായിട്ട് എന്ത് തരം കുർബാന നടത്തിയും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് ഈ സഭയെ നശിപ്പിക്കുക എന്ന പ്രസ്ഥാനവുമായി നടക്കുന്ന കർദിനാളും സംഘവും നടത്തിയ ഒരു കുതന്ത്രത്തിൻ്റെ പേരാണ്. കർദിനാൾ രാജിവെച്ചപ്പോൾ പറഞ്ഞില്ലേ, പലതും ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ, പല പൊട്ടിച്ചിറലുകളും എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നില്ലേ, പല്ല് ഞെരിച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹം സാത്താനോട് കൂടി നിൽക്കുന്ന സിനഡും കുർബാനയെ വരെ വഞ്ചിച്ച് 50-50 കുർബാനയാക്കിയപ്പോൾ അതിനോട് ചേർന്ന് എറണാകുളത്തിൻ്റെ വികാരങ്ങൾക്കും അതിൻ്റെ സത്യാന്വേഷണ സമരങ്ങൾക്കും വിരുദ്ധമായിട്ട് സമവായം നടത്തിയപ്പോൾ അന്നു മുതൽ ഇതിൻ്റെ ഈ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുകയാണ് മുന്നേറ്റങ്ങളെല്ലാം തന്നെ. മുന്നേറ്റത്തിൻ്റെ സൈന്യാധിപനായ നേതാവ് ഏതാനും ദിവസങ്ങൾ മുമ്പ് ഈ കേസിനെ കുറിച്ചൊക്കെ ഒരു വോയിസ് ക്ലിപ്പ്, ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. അതിൽ പറയുന്നത് ഇതുപോലെ കേസ് നമ്പറൊക്കെ പറഞ്ഞിട്ട് ഇന്ന രേഖകൾ പാംബ്ലാനെ കോടതിയിൽ ഹാജരാക്കുന്നില്ല. ഇതൊരു തരം പൊറാട്ട് നാടകമാണ്. ഇവിടെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഒരു അഡ്വക്കേറ്റ് ഫൗളച്ചൻ പഴയപാറ എന്ന് പറയുന്ന ഒരു കക്ഷി ആദ്യമൊക്കെ ഈ ഭൂമി കച്ചവടം നടന്ന കാലത്ത് കർദിനാളിനെതിരെ പ്രതിക്കൂട്ടിൽ നിർത്തണം, ശിക്ഷിക്കണം, തൂക്കിലേറ്റണം എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത ആൾ ഏതാനും വർഷം മുമ്പ് കർദിനാളിനെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബോധ്യമായി. അന്നു മുതൽ അദ്ദേഹം കാലുമാറി, എറണാകുളം അതിരൂപതയെ വഞ്ചിച്ചു. ഇത്തരത്തിലുള്ള ഒരു സമവായ കണ്ടെത്തലുകൾ, സമവായമായിട്ട് സത്യത്തിന് അങ്ങനെ സമവായമുണ്ടോ? ഒന്നുകിൽ സത്യം, അല്ലെങ്കിൽ അതിൻ്റെ മറുപുറം അസത്യം. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ സമവായം എന്ന് പറയുന്നത് അതിരൂപതയെ തെറ്റായ വഴികളിലേക്ക് നയിക്കുകയാണ്. ഒരു പക്ഷേ കർദിനാളിനും അധികാരി വർഗങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ബിനു ചാക്കയെ പോലുള്ളവർ, കരിമ്പൻ കാലയെ പോലുള്ളവർ, അല്ലെങ്കിൽ മറ്റ് ഈ ഫൗളച്ചൻ പഴയപാറ പോലെയുള്ളവർ, ഇവരുടെയൊക്കെ വഴിയിലേക്ക് നമ്മുടെ അതിരൂപത സംരക്ഷകർ, നീതിയുടെ പോരാട്ടക്കാർ സമവായ വഴിതെറ്റലിലേക്ക് പോകുന്നുണ്ടോ? ഇപ്പോൾ കുർബാന തർക്കം മാത്രമേ ഉള്ളൂ. റെസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിരൂപതയുടെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വിറ്റ് അന്യാധീനപ്പെടുത്തി പണം തട്ടിയവർ, അവരെ ശിക്ഷിക്കണം, നീതിക്ക് വേണ്ടി നിൽക്കണം എന്ന ഒരു കാഴ്ചപ്പാട് വർഷങ്ങളായിട്ട് എവിടെയും കേൾക്കുന്നില്ല. ആകെ കൂടി സമവായം, കുർബാന തർക്കമാണോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അടിസ്ഥാന വിഷയം? അതിൻ്റെ തലവനായിരുന്ന് ആ അതിരൂപതയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭൂമി വിറ്റ് അതിനെ കടക്കണിയിലാക്കി. അതും
കടം വീട്ടുവാൻ വേണ്ടിയാണ് ഈ ഭൂമി വിറ്റതത്രേ. കടം വീട്ടപ്പോൾ മൊത്തം നേരത്തെ 60 കോടി ഉണ്ടായിരുന്ന കടം പിന്നീട് 100 കോടിയായി. ഭൂമി വിൽക്കുകയും ചെയ്തു. അപ്പോൾ ഭൂമി വിൽക്കുകയും വാങ്ങുകയും ചെയ്ത് അതിൻ്റെ വിഹിതം പറ്റുന്ന കുറേ ആളുകൾ എറണാകുളത്ത് താമസക്കാരുണ്ട്. അവിടുത്തെ അതിരൂപതയുടെ ബസിലിക്കയിൽ തമ്പടിച്ച് നിൽക്കുന്നവരെ പുറത്താക്കാൻ കോടതിയിൽ പോകുന്ന പാമ്പ്ളാനി പിതാവിന് ഈ പറയപ്പെടുന്ന ഈ അതിരൂപതയെയും ഈ സഭയെയും നശിപ്പിച്ച ഈ കള്ളക്കച്ചവടത്തിന് സാക്ഷ്യം നൽകുവാൻ, അതിൻ്റെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരുവാൻ സമയമില്ല വർഷങ്ങളായിട്ട്. അതാണ് ഈ ചൊവ്വാഴ്ച നാം കാത്തിരിക്കുന്നത്. അദ്ദേഹം സത്യത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായി രേഖകൾ ഹാജരാക്കുമോ, അതോ ഒരു സമയം കൊല്ലി കേസാക്കി മാറ്റി ഇതിനെ എങ്ങുമെത്താതെ നശിപ്പിക്കുവാൻ നിൽക്കുമോ? പക്ഷേ ജോഷി വർഗീസും സംഘവും അവസാനം വരെ നീതിക്ക് വേണ്ടി പോരാടാനുള്ള ഉറച്ച തീരുമാനത്തിലാണ്. എത്രയോ കാലങ്ങളായി, എത്രയോ മാസം തോറും എന്നോണം സുപ്രീം കോടതി വരെ പല പ്രാവശ്യം കേസുകൾ പോയിട്ടാണ് ഇന്നിപ്പോൾ കർദിനാളും ജോഷി പുതുവയും ബ്രോക്കർ സാജു വർഗീസും ജാമ്യമെടുത്ത് നാട്ടിൽ കൂടി നടക്കുന്നത്. അപ്പോൾ അതുപോലെ പാമ്പ്ളാനി പിതാവിനും ജാമ്യമെടുക്കാനുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.